ഹായ്, നമുക്കിനി ചിക്കൻ കിഴി അല്ലെങ്കിൽ തുർക്കി പത്തിരി ഉണ്ടാക്കാം. 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല സ്മൂത്ത് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിലോട്ട് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പെരുംജീരകം, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ മസാല മൂപ്പിച്ചെടുക്കണം. അതിലോട്ട് വറുത്ത ചിക്കൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം യോജിച്ച് വരുമ്പോൾ കുറച്ച് ക്യാപ്സിക്കോ മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മസാല റെഡിയായി. ഇനി നേരത്തെ കുഴച്ചെടുത്ത മാവ് ചപ്പാത്തി പോലെ പരത്തിയെടുക്കണം. ഇനി അതിലോട്ട് ചിക്കൻ്റെ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങിയ മുട്ടയുടെ പകുതി കൂടി വെച്ച് സൈഡെല്ലാം ഇതുപോലെ മടക്കി ഒരു കിഴിയുടെ രൂപത്തിലാക്കി എടുക്കണം. ഇനി മുകളിൽ ബാക്കി വരുന്ന ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അറ്റത്തെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഷേപ്പിൽ കിട്ടും. ഇനി ഇത് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത്. നോമ്പ് തുറക്കണ സമയത്തേക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് കേട്ടോ. മാത്രമല്ല നല്ല ഫില്ലിംഗ് ആണ്. ഇനി ഇത് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ സൈഡും നല്ലപോലെ മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളർ ആയി വരുന്നത് വരെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തുർക്കി പത്തിരി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.